PKR. മിസ്റ്റർ PKR. യെസ് PKR. ഞാനല്ല, ഞാൻ അസിസ്റ്റന്റ് ബ്രൂണോ. അകത്ത് കമ്പനി നടന്നുകൊണ്ടിരിക്കുകയാണ്. Who are you? എനിക്ക് PKR-നെ ഒന്ന് കാണണം. Okay. Hands up. Don't move. 1, 2, 3, 4, 5, 6, 9. 50 പൈസ കുറവുണ്ടല്ലോ. ആരുടെ പൈസ കളിക്കാൻ വന്നത്? ആകെ 50 പൈസ കളിക്കണത്. അതെങ്ങനെ മര്യാദ? ബോസിനെ കാണാൻ പുറത്തൊരാൾ വന്നിരിക്കുന്നു. പോ. ഇതിനകത്ത് ഉണ്ടയില്ലാതെ പോയത് നിന്റെയൊക്കെ ഭാഗ്യം. രണ്ടുണ്ടല്ലേ ബോസ്? അതെന്റെ അത്യാവശ്യമുള്ളതാ. Yes, come on. കുറച്ച് ദിവസമായി വേണ്ടപ്പെട്ട ഒരാളെ കാണാനില്ല. അയാളെ കണ്ടെത്തി ഒരു പോർലോല ഏൽപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവരണം. ഇത്രക്കൊരു നിസ്സാര കാര്യത്തിലാണോ PKR അന്വേഷിച്ചു വന്നത്? ഞാൻ എന്റെ സഹപ്രവർത്തകർ മുഖത്ത് എങ്ങനെ നോക്കും? 1 ലക്ഷം അഡ്വാൻസ്. ആളെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷം. ടോട്ടൽ 5 lakhs. ആളെ ഞങ്ങൾ എത്തിക്കും. അയാളുടെ ഫോട്ടോ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ. കേരളത്തിൽ നിന്ന് കാണാതെ പോയ എല്ലാവരും ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ അവരെ പോക്കും. അതിൽ നിന്ന് നിങ്ങളാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഓക്കെ മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാറ വെട്ടി. അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? ബൈ ദ ബൈ, ഗിവ് മി ദ ഫോട്ടോസ്. സുന്ദരം. ഇവനെ ഞങ്ങൾ ഇതെന്റെ സാറിന്റെ നമ്പരാ. ഇനി അദ്ദേഹമായിരിക്കും നിങ്ങളെ വിളിക്കുക. ഓ, നോ പ്രോബ്ലം. ഇവനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ്? നോ ഡീറ്റെയിൽസ് ഞങ്ങൾ വാങ്ങാറില്ല. ഫോട്ടോ തന്നെ ധാരാളം. ഓക്കെ ബൈ. മിസ്റ്റർ ബ്രൂണോ, again come closer to me. Yes. എടാ കഴുത, ഡീറ്റെയിൽസ് ഇല്ലാതെ എങ്ങനെയാടാ ഇവനെ കണ്ടുപിടിക്കുക? ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു പോയതല്ലേ. ഓ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നീ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടൂൾസും വണ്ടിയുടെ കീയും Okay, boss. എടുത്തേക്ക്. പിന്നെ അപ്പുറത്ത് രാമചന്ദ്ര കടയിൽ പോയി ഒരു 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. എനിക്ക് ബോസ്. നിനക്കൊരു പാലും വെള്ളവും ഒരു സവാള. ഓക്കെ, അത് ആഹാരത്തിന് ശേഷം. എത്ര നാളായി മര്യാദക്ക് ആഹാരം കഴിച്ചിട്ട്. അവനെ കണ്ടെത്തും വരെ ഹോട്ടൽ താജിനോട് വിട. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമം കുറച്ചു നാളായി സമരത്തിന്റെ പാതയിലാണ്. ഈ നാടിന്റെ ആവശ്യകതയും അനിവാര്യതയുമായ നമ്മൾ സംസാരിച്ചു വന്ന ഈ വിഷയത്തെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് നിരന്തരമായി ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ശ്രീമാൻ P. സുരേഷിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരം. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇത് ഞാൻ എഴുതിയതല്ല. നമ്മുടെ ഈ വള്ളിത്തോട് ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന വൃത്തികെട്ടതും നീചവുമായ ഈ പ്രവൃത്തിയെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഗ്രാമത്തിലേക്കൊരു ബ്രാൻഡ് ഷാപ്പ് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി, സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി. അതേസമയം ബിവറേജസ് ബ്രാൻഡ് ഷാപ്പുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന വിവിധ മതവിഭാഗക്കാർ എത്രയോ സൗഹാർദ്ദപരമായി പെരുമാറും. അത് ക്ഷമിക്കണം, അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങും. നിന്നെന്താ ചന്തയിൽ കൊണ്ടുപോയി വെട്ടുണ്ട്? സംസാരിക്കടോ. സുഹൃത്തുക്കളെ, 1-ാം തീയതി ബാറവധിയായത് കാരണം ബ്ലാക്കിലാണ് മേടിച്ചത്. വെറുതെ അല്ല ഞാൻ സമരം ചെയ്യണേ, നിനക്ക് മനസ്സിലായ? ഇതിൽ കുറവുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പ്രശ്നമുണ്ട് സുരേഷ്. എന്താ? ദാസപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ,
ബ്ലൗസേ ഞാൻ തയ്ച്ചു തരാം. ഓടാ പട്ടി. കാലമാട്ടിൽ വരാൻ കണ്ടത് നേരം. രക്ഷപ്പെട്ട് മാന്യനാണെങ്കിൽ ഇനി എന്നെ അടിക്കരുത്. എടാ ശിവൻകുട്ടി, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഓടിച്ചു പഠിക്കാൻ ഈ വഴി വന്നു പോകരുതെന്ന്. ഈ വഴി അല്ലാതെ ഞാൻ എവിടെ പോയാണ് കേട്ടാ വണ്ടി ഓടിച്ച് പഠിക്കേണ്ടത്? എടാ കഴിഞ്ഞ ദിവസം നീ ബൈക്ക് ഓടിച്ച് പഠിച്ചതിന്റെ രക്തസാക്ഷികളെ ഈ കാണുന്നവരെല്ലാം അറിയാമോടാ? ഇത്ര പേർക്കേ പറ്റുള്ളൂ. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചതാ. ഹലോ, ഇന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഇവരുടെയൊക്കെ ആശ്വസിച്ചാൽ ഇപ്പൊ നാട്ടുകാരാ വഹിക്കുന്നത്, നിനക്കറിയാമോടാ? വലിയ ഉപകാരം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളൊക്കെയാണ് എന്റെ ശക്തി. ഇവനെ ഞാൻ കുറച്ച് കാശുകൂടി കരുതി വെച്ചോളൂ. ഒരാഴ്ചക്കകം ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചോളാം. തോക്ക് തോൽക്കില്ലടാ ഞാൻ. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. പട്ടാളത്തിന് വട്ടളകി. 10 പൈസ കയ്യിൽ എടുക്കാനുമില്ല. നാടാകെ നാട് മുഴുവൻ കടവും. എന്നാലും അച്ഛനും മകനും നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുകയും വേണം. അതെ, അമ്മാവനും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ അടിച്ച് തീർത്തോളണം. വേണ്ട, നമുക്ക് തമ്മിൽ തല്ലി തീർക്കാം. ഒന്നുമല്ലല്ലോ, സ്വന്തം പെങ്ങളുടെ മോനല്ലേ, ക്ഷമിച്ചേക്ക്. ഒന്ന് വിടറോ, വാടാ ഇങ്ങോട്ട്. ഇനി ആരെ തല്ലിക്കൊല്ലാനാടാ ഈ ഇരുമ്പുവടി? ഇത് ഇരുമ്പുവടിയല്ല, ബൈക്കിന്റെ ക്രാഷ് കാർഡാ. വരുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് ഊരി വീണതാ. ഞാൻ പേടിച്ചു പോയി. ദാസപ്പൻ ചിറ്റപ്പനെ കൊണ്ടുവരുന്ന ഈ വഴിക്കാണോ അതോ ഈ വഴിക്കാണോ? ഈ വഴിക്കാണല്ലേ? എന്നാ നീ മാറിക്കോ. ഒന്ന് മാറിയേച്ചു. ഗുരുത്തം കെട്ടവനെ, നിനക്ക് ഈ വഴിക്കാന്ന് പറയാൻ പാടില്ലായിരുന്നു. എങ്കിൽ അവൻ ഈ വഴിക്ക് പോവുകയും പൊതിരെ തല്ലും കിട്ടിയേനെ. നീ മുത്താടാ. വലുതാവുമ്പോ നിന്നെ ഞാൻ പട്ടാളത്തിൽ ചേർക്കാം. വെറും ദാസപ്പനല്ല, ബ്ലേഡ് ദാസപ്പൻ. ഇനി പറ, ശിവൻകുട്ടി എവിടെ? അതെ, ഞാൻ അവന്റെ ചിറ്റപ്പനായതുകൊണ്ട് പറയല്ല. ശിവൻകുട്ടി വീട്ടിലില്ല. 3 ദിവസമായി ഒളപ്പമണ്ണേലുള്ള അവന്റെ വല്യച്ഛന്റെ വീട്ടില്. സത്യ എന്റെ മക്കളാണ് സത്യം. അതിന് താൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ ആളുകൾ അങ്ങനെയല്ലേ പറയാറ്. സത്യ ഈ പി സുരേഷ് കള്ളം പറയാറില്ല. പിന്നെ വെറുതെ നമ്മൾ അവന്റെ വീട് വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒന്നുകിൽ മുതലാളിയുടെ ഭാഗത്ത് നിൽക്ക്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിൽക്ക്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി ഒരു പാവലടാ. അതെ അതെ, ഞങ്ങൾ ഏത് ഭാഗത്തേക്കണം മുതലാളി? അതെ, ഒന്നുകിൽ അവരോട് അവിടെ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയി നിൽക്കാം, എവിടെയെങ്കിലും പോയി നിൽക്കണം. ഇങ്ങോട്ട് മാറിയക്കടാ. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല എന്നിട്ടാ. അതിരിക്കട്ടെ, അവനില്ലെങ്കിൽ വേണ്ട, പണം താൻ തന്നാ മതി. തന്റെ വീടിന്റെ ആധാരം എന്റെ കയ്യിലാണെന്ന് അറിയാമല്ലോ. നടക്ക്. അതെ, ഞാനൊന്ന് പറയട്ടെ. അവൻ ഒളപ്പമണ്ണേന്ന് വരുന്നത് വരെ ഒരു സാവകാശം. എന്താ ഈ സാധനം? ചിറ്റപ്പ, ദാസപ്പ, ഹായ്. ശിവൻകുട്ടി അല്ലേ അത്? അതെന്നാ പറയണേ. ഒളപ്പമണ്ണേന്ന് വരുന്ന വഴിയാ, ഷോർട്ട് കട്ടാ. ഡാവിലിച്ചിന് സുഖല്ലേ? നല്ല സുഖം. സുഗ്രീവേട്ടൻ ബോംബെന്ന് വന്ന അതാര്? നിന്റെ അച്ഛൻ. അതെ, ദാസപ്പേട്ടൻ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ അങ്ങോട്ട് നടന്ന് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതി ദാസപ്പേട്ടനെ കാണാൻ ഞാൻ ഓടി വന്നതാ. ഒളപ്പമണ്ണേന്ന് വലിയച്ഛന്റെ വീട്ടിൽ നിന്ന്. അതേതായാലും നന്നായി. അത് നന്നായി അല്ലേ? സത്യത്തിൽ നീ ഇങ്ങോട്ടാണോ വന്നത്? ആ പച്ചക്കറി ദാമുവിന്റെ മോൻ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തിയതല്ലേ? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി. പന്നിയുടെ മോൻ. മതി മതി മതി, രണ്ടുപേരും പിറുപിറുത്തത് മതി. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. അതെ, ഇവൻ കാശ് കൊടുക്കാനുള്ളൊരു ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പൊതുവഴിയിൽ നിന്ന് മാറിയിട്ട് ആ ഇടവഴിയിൽ നിൽക്കാം. എന്തേ?
ഇവരൊക്കെ ദാസപ്പേട്ടന്റെ ഗുണ്ടകളാ. വല്ലപ്പോഴും ഒന്ന് കുളിപ്പിക്കണം. ബ്രൂച്ചിലി. പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാനൊന്നല്ലല്ലോ. അല്ല, വണ്ടി കണ്ടീഷനാണെന്ന് പറഞ്ഞതാ. കൊറേ കാലമായി ഈ തല്ലിപ്പൊളി വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞിട്ടാണടാ നീ വണ്ടി വാങ്ങിയത്. എന്റെ ദാസപ്പ, ഇതിങ്ങനെ നട്ടെല്ലൊടിഞ്ഞ് കിടക്കണോണ്ടല്ലേ ഞങ്ങളുടെ റോളിംഗ് ആകെ തെറ്റിപ്പോയത്. പാസില്ലാതെ മണല് കടത്തിയതിന് പോലീസ് കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഇത് ഇരുമ്പ് വലിക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സുരേഷേ. ഇതിപ്പോ കൊല്ലം 3ആയി. എനിക്ക് എന്റെ കാശ് വേണം. ദേ, ഇത് 5000 രൂപയുണ്ട്. മുതലില് കുറച്ചാ മതി. മുതലല്ല, ഇത് പലിശയിലായിരിക്കും കൂട്ടുന്നത്. പലിശയില് ചാകുന്നതിലും ഭേദമല്ലേ ബോധം കെടുന്നത്. അതെ, ഇന്ന് വാർക്കപ്പണിയുള്ളതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു. കാണിച്ചു തരായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ദേ, ചിറ്റപ്പാന്ന് മാത്രം ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേ, ചിറ്റപ്പൻ പറഞ്ഞിട്ടാ ഞാൻ ഈ ലോറി എടുത്തതും മണ്ണ് കയറ്റിയതും ഒക്കെ. ഞാനിതൊക്കെ കേൾക്കണം. നിനക്കൊക്കെ വേണ്ടിയിട്ടാ ഇക്കണ്ട കാലം ഒരു വിവാഹം പോലും കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത്. അല്ലാതെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. ആ, അതുണ്ട്. അതെ, നീ ഈ പറഞ്ഞത് എനിക്ക് കുറച്ച് ഫീലിംഗ് ആയിട്ടുണ്ട്. നിന്റെ കുറെ കാശുണ്ടല്ലോ, ഒരു പൈന്റ് മേടിക്കാനുള്ള കാശ് കൊണ്ട് തന്നെ. അപ്പൊ ഈ ഫീലിംഗ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ നിൽക്കട്ടെ. ബാക്കിയുള്ളതിന്റെ വിഷമം ആർക്കും അറിയണ്ട. പണയം വെക്കാനെന്നും പറഞ്ഞ് പെങ്ങളെന്ന് വാങ്ങിയ വളവിറ്റ കാശ ഇപ്പൊ ദാസപ്പം കൊണ്ടുപോയത്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് വള മേടിച്ച് വിറ്റിട്ടാ ബീഡി സിഗരറ്റ് മേടിച്ച് വലിച്ചത്. അത് നീ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അടുക്ക ഹിന്ദിയിൽ എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല. തുമാരെ ഹാത്ത് മേ മേ കങ്കൻ ഹേ ഉസ് മേം സേ ഏക് തോര കാട് കർ ദോ ബർ സോന തംബാക്കു പീനെ ലേക്കോ പൈസ നഹീ തേ. അവള് ചോദിക്കുമ്പോ ഇനി നീ വള എവിടെ നിർത്തി കൊടുക്കും? അതിന് ഐഡിയ ഉണ്ട്. ഞാൻ ഇത് കൊടുക്കും. ഇത് റോൾഡ് ഗോൾഡ്. നിന്നെ വെച്ച് നോക്കുമ്പോ ഗാന്ധിജി ഒന്നും അല്ലടാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വളയുടെ ഉടമസ്ഥ, അതായത് നിന്റെ പെങ്ങളും അളിയനും ഇന്ന് രാത്രി വരുന്നുണ്ട് കോയമ്പത്തൂർ. ഈശ്വര, ഈ വരവിന് അളിയൻ അറിയാതെ ഞാൻ വള തിരിച്ചു കൊടുക്കാന്ന് ചേച്ചിക്ക് വാക്ക് കൊടുത്തതാണ്. അതിന് ഈ വളയും എടുത്തു കൊടുത്താ പോരെ? അത് ശരിയാ. ഈ ലോട്ടറി എനിക്ക് അടിക്കും. പിടി സുശീലേട്ടാ, ബാലൻസ്ഡ്. ചില്ലറയില്ല ശിവൻകുട്ടി. ആരോഗ്യമാസി പറഞ്ഞു. എനിക്ക് ആരോഗ്യമാസി ഒന്നും വേണ്ട. കാശ് നിനക്ക് ആവശ്യം വരും. അത് വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. കുപ്പി പൊട്ടിക്കല്ലേ? ഉച്ചക്കലത്തെ ഊണ് ലാഭിക്കാലോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. താൻ പോടോ. മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. ശിവൻകുട്ടി, ഞാനാണ് പറയണത്, ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. എടാ, കൊടുക്കരുത് പറഞ്ഞാ കൊടുക്കരുത്. പോ സുശീലണ്ണ. എന്റെ വീട്ടിലും പട്ടിയുള്ളത് തന്നെ. തിന്നു മോനെ. അത്രയും അങ്ങോട്ട് കാറ്റണ്ട. എനിക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ളതാ. പോട്ടാ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കല്ലേ എന്ന്. ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഒരു അടി നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അത് കടിച്ച് കീറും. ദേ ഇരിക്കുന്ന ആളെ കണ്ട. നീ വരണതിന് മുമ്പ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരുന്ന ആളാ. അയാളുടെ കയ്യിലെ പൈസ തീർന്നപ്പോ അയാൾ കുടുങ്ങി. നീ വന്നപ്പോ അയാൾ രക്ഷപ്പെട്ട്. കൊടുത്തോണ്ടിരുന്നോ? ഇങ്ങനെയുള്ള എന്നോടൊന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ സമ്മതിക്കണ്ടേ? ഇനി ഒരു പണിയായി കൈയൊഴിയാതെ കൊടുത്തോണ്ടിരുന്നോ? പെട്ടെന്ന് പോകാനുള്ള. നീ സാധാരണ പട്ടിയൊന്നും അല്ലടാ. നീ ചിമ്പാൻസിക്കുണ്ടായതാടാ നായിറ്റ മോനെ. ശിവൻകുട്ടി, വണ്ടി നിർത്തടാ. ഈശ്വര, അടുത്ത കുരിച്ച്. ആഹാ, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചടാ. പലിശക്കാശും തരാതെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് കളിച്ചോണ്ടിരിക്കല്ലടാ. കാശ് ഞാൻ മുഴുവനായിട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തോളാം. ഞാൻ 2 മിനിറ്റ് വണ്ടിക്കകത്തിരിക്കാ. കാശ് കൊടുത്തോളാ. ഓ, അങ്ങനെ 2 പട്ടിയുടെ നിന്ന് രക്ഷപ്പെട്ടു. ഏതാണോ ഈ മുന്തിയനം? ബെസ്റ്റനാണ്. നിന്നെ തിന്ന്. പെട്ടെന്ന് വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ദാസപ്പ. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല. ഓടാൻ വല്ല ഉദ്ദേശം കൊണ്ട് കടിച്ച് കീറും. ഇന്നലെ 2 പേരെ കടിച്ചത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പട്ടി ഉറങ്ങണം. എപ്പോ ഉറങ്ങും? ശിവരാത്രിക്ക്. ശിവരാത്രി എപ്പോഴാ? ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി 1 കൊല്ലം എടുക്കും. എന്തിനാടോ വിളിച്ചു കൂവണേ? താൻ എന്താ ലേല വിളിച്ചു വെക്കാൻ പോവാ? അല്ല, നമ്മുടെ ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു. 50 ലക്ഷവും കാറും. സുരേഷ്, കുഞ്ഞാലിക്കയുടെ ചായപ്പീടിയിൽ വെച്ച് ലോട്ടറി സുശീലൻ പറയുന്നത് എന്റെ 2 ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാ.
മാറി നിൽക്കണോ? ഒരു തുക്കട സൈക്കിളായിട്ട് കാലത്ത് തന്നെ വരും. ബ്ലേഡ് ദാസപ്പനല്ലേ? ബ്ലേഡ് ദാസപ്പൻ നിന്റെ അച്ഛൻ. അപ്പൊ നിന്റെ അച്ഛനാ സംസാരിക്കുന്നത്. എടാ വൃത്തികെട്ടവനെ, നിനക്ക് ഞങ്ങൾ എത്ര രൂപ തരാനുണ്ടെന്നാ പറഞ്ഞത്? ആ കള്ളക്കണക്കും കൊണ്ട് നിന്റെ പരട്ട ജീപ്പ് എടുത്ത് ഇങ്ങോട്ട് പാടാ പന്നി. എന്റെ ശിവൻകുട്ടി കാശ് കൊടുക്കാനുള്ള ബാക്കിയുള്ള എല്ലാ തെണ്ടികളെയും വിളിച്ചോ. കേട്ടടാ മരപ്പട്ടി. വണ്ടി എടുക്കടാ. ഇനി ഈ പൈന്റ് ഒന്ന് വിലസും. അല്ല സുരേഷേ, ശിവൻകുട്ടി ഇനി എവിടെ പോയി തപ്പും? അവൻ വീട്ടിലില്ല. അതിനല്ലടോ ദാസപ്പന്റെ പരട്ട വണ്ടി. ആ ഉണക്ക ജീപ്പായിട്ട് വരട്ടെ. രാമകൃഷ്ണ, ഇത് ഞാനാ ദേവൻ. എനിക്ക് 2 വർഷത്തെ ലീവ് വേണം. നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ റിസൈൻ ചെയ്തോളാം. എനിക്കിപ്പം പഴയമാതിരി ജോലി എടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തനി കാശ് വല്ലതും വേണമെങ്കിൽ പറ, ഞാൻ എത്തിച്ചേരാം. അപ്പൊ ശരി, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, നീ വൈ. എന്താ മേളിലിരിക്കുന്നേ? കൊള്ളാം, ഇത് ചോദിക്കാനാണ് ഇവിടെ വരെ ഓടി പടച്ച് വന്നത്. അതല്ല, ശിവൻകുട്ടി എവിടെ? ചിറ്റപ്പനെ ബ്ലേഡ് ദാസപ്പൻ പൊക്കിയാ. ഇനി ജീവൻ കൊണ്ട് ഓടാൻ. വണ്ടി നിർത്തൊരു കാര്യം പറയട്ടെ. ഞാനാ പറയണേ ചിറ്റപ്പൻ. നിന്റെ ചിറ്റപ്പനാ പറയണേ വണ്ടി നിർത്താൻ. എടാ കാശിന്റെ കാര്യല്ല. അല്ലയോ പുരുഷാരമേ, ഒരുവൻ നിന്നെ ദ്രോഹിച്ചാൽ അവനോടേടല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിക്കണമെന്നാണ്. അയ്യോ, എന്നെ ബൈക്കിടിച്ചിട്ട് പോകുന്നേ. എടാ കാലമാടാ, നീ ഒരു കാലത്ത് കൂടെ പിടിക്കത്തില്ലടാ. നീ പോക്ക് നരകത്തിലേ പോകൂടാ. എന്താ പറ്റിയേ? ഒരു ബൈക്ക് ഇടിച്ചതാ. ഓ, ശിവൻകുട്ടിയുടെ വണ്ടി ആയിരിക്കും. ഉപദേശി പേടിക്കണ്ട, ആസ്പത്രി ചെലവൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നേരെ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാൽ മതി. നിക്കടാ. എടാ പറയുന്നത് കേക്ക്. എടാ നിക്കാൻ. എടാ ഒരു കാര്യം പറഞ്ഞ നിർത്തി ശിവൻകുട്ടി. വണ്ടി നിർത്തി തിരിച്ചു പോടാ. ശിവൻകുട്ടി നിർത്തടാ, പതുക്കെ പോടാ. ഇത് പെട്ടെന്ന് പൊട്ടു. ആന ചവിട്ടിയാലും പൊട്ടൂല, അത്രയ്ക്ക് സ്ട്രോങ് ആ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ആന ചവിട്ടിയാലും പൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് പൊട്ടി. അതെ ചേട്ടാ, ആ ബൈക്ക് ഇതിലല്ലേ പോയത്? ഈ അഡ്രസ്സിൽ വന്നാ മതി, കാശ് തരാട്ടാ. വണ്ടി വിട്, വണ്ടി പോട്ടെ. പതുക്കെ പോടാ ശിവൻകുട്ടി. തിരിക്കടാ വണ്ടി. ശിവൻകുട്ടി എന്തിനാ ഈ കാട്ടിലോട്ട് വന്നത്? ചിലപ്പോ വെളിക്കിറങ്ങാനായിരിക്കും. നോക്കി വാ പന്നി. ഇത് നമ്മുടെ തെക്കക്കര ജാനു അല്ലേ? തെക്കേക്കര ജാനുവാ? ആ സെറ്റപ്പ്. ഇവളുടെ കുളിസിയും കാണാനാണോ ഇവ ഇത്ര സ്പീഡിൽ ഓടി വന്നത്? അയ്യോ അയ്യോ, എന്റെ നടു ഒടിച്ചേ. അയ്യോ ഓടി വായേ. അയ്യോ എനിക്ക് വയ്യേ, എന്റെ നടു ഒടിഞ്ഞേ. ബഹളം വെക്കല്ലേ, അറിയാതെ ഇടിച്ചതല്ലേ. എനിക്കിനി ജോലിക്ക് പോകാൻ ഒക്കത്തില്ലേ? പിന്നെ ഇവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിലല്ലേ ജോലി. അയ്യോ, ദേ മര്യാദക്ക് എനിക്ക് ചികിത്സക്കുള്ള പൈസ തന്നില്ലെങ്കിൽ വിവരം അറിയും. എത്ര രൂപയാണ് വേണ്ടത്? ഒരു 500 അല്ല ഒരു 5000 വേഗം എടുത്ത്. 5000 രൂപ? നീ ഇവന്റെ വീട്ടിലേക്ക് വന്നേക്ക്, 10000 രൂപ വന്നേക്കാം. നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇതുവരെ ആർക്കും ഇല്ലാത്തതാണല്ലോ ഇത്. എന്ത് 10000 രൂപ? അല്ല, ഭ്രാന്ത്. എടാ നിനക്ക് 50 ലക്ഷം രൂപ ഒരു മാറിക്കാരൻ ലോട്ടറി അടിച്ചാലേ ചിറ്റപ്പന് ഭ്രാന്ത് വരാതിരിക്കൂടാ. ലോട്ടറി അടിച്ചെന്നാ? അതെ, ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചെന്ന് സുശീലൻ പറയുന്നത് ഞാൻ കേട്ടതാ. നീ ടിക്കറ്റ് എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ വീട്ടില് അലമാരക്കകത്താ. ഈ പടം അവന് കണ്ടില്ല. നീ ഒന്ന് സമാധാനമായിട്ട് നോക്ക്, അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇനിയിപ്പോ നീ ചിറ്റപ്പന്റെ വീട്ടിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, ഞാൻ അവിടെയൊന്നും അല്ല വച്ചത്. കേട്ടോ ഏട്ടത്തിയമ്മേ, ഈ കുട്ടികളുടെ പ്രായത്തില് പട്ടര കുളത്തിൽ കുളിക്കാൻ പോകുമ്പോ ഏട്ടൻ എന്നെയും കൊണ്ട് പോകും. കുടം കമഴ്ത്തി വെച്ച് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നീന്തിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കൈ കുടത്തിന്ന് ഒന്ന് തെറ്റി. ഞാൻ മുങ്ങാൻ പോയപ്പോ ചേട്ടൻ നീന്തി വന്ന് ഒറ്റ കയ്യിൽ എന്നെ പൊക്കിയെടുത്ത് കടവിക്കൊണ്ടിരുത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നാം. അതൊക്കെ ഓർത്തപ്പോ അമ്പലത്തിൽ പോണ വഴിക്ക് ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നീ അമ്പലത്തിലൊക്കെ പോവോ? ഷാപ്പിലേക്ക് പോണ വഴിക്ക് അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. ഈ പട്ടര കുളം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്താ? പടിഞ്ഞാറ് ഭാഗത്താണോ കിഴക്ക് ഭാഗത്താണോ എന്ന് ചാരശ്വരമ കിടക്കുന്ന ആളോട് ചോദിക്കും. എവിടുന്ന് കിട്ടിയേ?
അയ്യോ, നിന്റെ ഈ വൃത്തികെട്ട കയ്യില് ഇത്രയും ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോഴാടാ മനസ്സിലായത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, അഹങ്കാരം പാടില്ല, എളിമ വേണം. എളിമ എത്രയും നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നുവോ അത്രയും നല്ലത്. അതെ, ലോട്ടറി സുശീലം വന്നല്ലോ. ഇങ്ങോട്ട് വരാൻ പറയൂ. വരണം. ഇത് ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയിട്ട് എത്രാന്ന് വെച്ചാൽ ഇതിന്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി ഇങ്ങ് കൊണ്ടുവരണം. പെട്ടെന്ന് 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 പോ. കമ്മീഷൻ ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചതിന്റെ കമ്മീഷൻ. ആഹാ, അത് ശരി. ലോട്ടറി അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, ബാർബറ ശിവൻകുട്ടിക്കാ. എനിക്ക് തീരെ വയ്യ. താനല്ലോട് പറഞ്ഞത് ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ ശിവൻകുട്ടിന്ന് മാത്രമേ കേട്ടുള്ളൂ. അടിച്ച് നിന്റെ പല്ലിയാങ്ങളെയും. അതിന് ഇയാളുടെ വായി പല്ലുമല്ലോ വേണ്ട. നീ എന്തിനങ്ങനെ കുനിഞ്ഞു നിൽക്കണേ? നീറിനങ്ങനെ നിന്നൂടെ? അളിയന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആ തെക്കേക്കര ജാനുവിന് എത്ര രൂപ പറഞ്ഞു? 10,000 രൂപ കൊടുക്കാന്ന് ചിറ്റപ്പനല്ലേ പറഞ്ഞത്? അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ ചോദിച്ചു. മോനെ ശിവൻകുട്ടി, ഓ നിന്റെ അമ്മാവനല്ലേ ഇത്? എന്റെ നള്ളി കണ്ടിട്ട് എത്ര കാലമായി. നീ പറയാറില്ലേ കൊല? എടാ, ആ കൊല കൊണ്ട് അകത്ത് വെക്കടാ. നിനക്ക് ഇഷ്ടല്ലേ പാലക്കാടൻ മട്ട? അതുകൊണ്ട് 25 കിലോ. മോനെ ശിവൻകുട്ടി, ഈ കൊല രാസവളം ഇട്ടതല്ല, ചാണകവും ചാരവും ഇട്ടതാ. തേനിന്റെ ടേസ്റ്റാ. ഏത് ചാണത്തിനാ? അല്ലടോ, കൊലക്ക്. പിന്നെ നീ ചെറുപ്പത്തിലേ പറയാറില്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി അമ്മാവും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിടിയടാ. വേറെ എന്തെങ്കിലും ഉണ്ടോ? തനിക്കാൻ വെച്ചിട്ടുണ്ട്. മോനെ ശിവൻകുട്ടി, ദേഷ്യം വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്തിനാ ഞാനിങ്ങ് ഓടി എത്തിയെന്ന് അറിയാമോ? എടാ മോനെ, നിനക്കൊരു നല്ല കാലം വരുമ്പോ അമ്മാവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അവരിനി പറയില്ല, ചെയ്യേയുള്ളൂ. എടാ സുശീല, നീ ഇങ്ങ് വന്നേ. എത്രയാടാ അടിച്ചത്? 50 ലക്ഷം മാരുതി കാറും. ഓ എടാ, അടിച്ചത് ഈ ശിവൻകുട്ടിക്കല്ല, പിന്നെ ബാർബറ ശിവൻകുട്ടിക്കാണ്. ഓ, അവന് കപ്പലണ്ടി മുട്ടായി ഇഷ്ടമാണ് പോലും. എടാ ഇങ്ങനെ ആ അരി കൊല ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. എടുത്തോണ്ട് വിടവും. ഡാ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. അവന്റെ ഒരു 50 ലക്ഷം മാരുതിക്കാറും അവന്റെ ഒക്കെ വ്യാരം ഞാനിത് കണ്ടിട്ട് ഓടി വന്നതാന്നാ. കേശവ, നിനക്ക് അവനോടൊന്ന് സ്നേഹത്തിൽ പെരുമാറിക്കൂടെ? എന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. അയ്യോ, എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. എന്റെ ഈശ്വര, ഇവരെ ഇനി എങ്ങനെ ഒഴിവാക്കുക? എങ്ങനെയെന്ന് വെച്ചാൽ ചിറ്റപ്പൻ തന്നെ തീരുമാനിച്ച പുലിവാല ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്റെ കൂടെ വാ. ദാസപ്പ, എന്താ സുരേഷേട്ടാ? ഞാൻ നിന്നെ ഫോണിലൂടെ 1-2 തെറികൾ വിളിച്ചിരുന്നു. അതൊന്നും സാരമില്ല. പിന്നെ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചു. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. അത് നന്നായി. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറഞ്ഞു. എന്റെ ഇവന്മാരുടെയും മുഴുവൻ തുക പലിശ സഹിതം തന്നോളാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യും, അതും കൂടി നീ മറന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇയാളെന്താ പമ്മി പമ്മി പോണത്? മിണ്ടാതെ വാ, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. വാ. ഇതെന്താണ് ബോസേ, തീവണ്ടി കളിയാ? അത് നമ്മ സിനിമാക്കാരാണെന്ന് പറഞ്ഞോണ്ടായിരുന്നു. ബോസേ, ഇവിടെ AC ഉണ്ടാവുമെന്ന് തോന്നലട്ടാ. യെസ്, വെരി പൂർ ഹൗസിംഗ്. പൈൻ്റെ ഇയാളെങ്ങനെ ഓടണത്? പൈൻ്റ് എടുക്കാൻ പോയിരിക്കും. ഒരു പൈൻ്റ് കൊണ്ട് എന്താവാനാ പാവം ഹൗസ് ഓണർ. ദാസപ്പൻ ഇവിടെ വന്ന് നിൽക്ക. ഞാൻ മുന്നിൽ വന്ന് നോക്കി, അപ്പൊ കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് നോക്കിയത്. ഇനി മുന്നിലേക്ക് ഓടരുത്. അതെ, ഇപ്പൊ നിനക്ക് സുഖല്ലേ? ആ അടവൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല പൈൻ്റെ. ഇവിടെ അടയും പുട്ടൊന്നുമില്ല എന്റെ ചങ്ങാതി. കാലത്ത് ഇത്തിരി ഉപ്പുമാവാ ഉണ്ടാക്കിയത്. ആ ടായെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അടവ് എന്റെ അടുത്ത് ചെലവാകില്ലെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചു. എന്തുവല്ലോ പറഞ്ഞോ? ആ ഏതായാലും നിങ്ങൾ തരാനുള്ള പലിശ കുറച്ച് എന്റെ കിട്ടിയിട്ടുണ്ട്. അവര് വരുന്നുണ്ട്. ആക്ഷൻ. ഇതേതാ ഈ പിശാചുകള്? കണ്ട കഞ്ഞിട്ടില്ല. ഐ ആം ഡയറക്ടർ PKR. ഐ ആം അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രൂണോ. ഈ ഒരാളെ തന്നെ ആദ്യം ഞാൻ മനസ്സിലാക്കട്ടെ, അതിനുശേഷം നിനക്ക് ഞാൻ അത് കറക്റ്റ്. ഇവരെ ഈ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കും. ഈ വീട്ടിലാ? അതിന്റെ വാടകയാണ് ഞാൻ വാങ്ങി പലിശ കൂട്ടിയത്. ഞങ്ങളോട് താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ തോന്നുമ്പോ പുറത്തു തോന്നുമ്പോ പുറത്ത് കയറാണ്ടിരുന്നാ മതി അല്ലേ?
താൻ പോയി വാതിൽ തുറക്കണോ? പിന്നിലത്തെ വാതിൽ തുറന്നിട്ടുണ്ട്. പിന്നിലത്തെ അല്ല മുമ്പിലത്തെ. എന്തൊരു കഷ്ടം അത്. ഈ വീടിന് ഞങ്ങൾ തന്ന വാടക കുറച്ച് കൂടുതലാണെങ്കിലും രൂപ ഞങ്ങൾക്കൊരു വിഷയമല്ല. അതെന്താ കയ്യിൽ കാശൊന്നുമില്ലേ? അതല്ല, പണം വരും പോകും. നിങ്ങൾക്കറിയോ, സൗദിയിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ആളാ. അതൊക്കെ എന്റെ കാലം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന് 35,000 രൂപ ശമ്പള. വെറുതെ അല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ സിമന്റ് ചാക്ക് ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഹോളോ ബ്രിക്സ് ഉണ്ടാവും. അപ്പൊ അതാണ് പണിയില്ലേ? ഇവിടെ ടി വി ഒന്നും ഇല്ലല്ലേ? ഞാൻ താമസിക്കുന്നിടത്ത് ചുരുങ്ങിയത് 15 ടി വി എങ്കിലും കാണും. 15 ടി വി ഒരു വീട്ടിലാ? വീട്ടിലല്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണോ താമസിക്കുന്നത്, അവിടെ. അത് പിന്നെ എന്റെ പല തിരക്കഥകളും രൂപപ്പെട്ടത് റെയിൽവേ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണല്ലോ. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക്. അത് കറക്റ്റ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വേറൊരാളും കൂടി ഉണ്ടാവും. ശിവൻകുട്ടി, ഈ സാർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും സാരമല്ലടോ. അതെ, വീട് ഇഷ്ടപ്പെട്ടില്ല സാർമാർക്ക്? സോറി ബ്രദർ, ഇതെന്ത് വീടാണ്? ഇവിടെ AC ഉണ്ടോ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ TV ഉണ്ടോ? എന്തിന്? നല്ലൊരു കക്കൂസ് ഉണ്ടോ? തലയിലുള്ളതും പോയി. നോ 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 നോ. ഇത്തരം വൃത്തികെട്ട സ്ഥലത്തിരുന്ന് കഥ എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്ന അഡ്വാൻസ് തുക ബാബസ്കരോ എഴുതിലാവോ? എന്നാലും ബോസ് പറഞ്ഞിട്ടില്ലേ, ക്യാഷ് ഇട്. ദാസപ്പന്റെ കയ്യിലായി ചിറ്റപ്പൻ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഊരാ. ശിവൻകുട്ടി വന്നല്ലോ. ശിവൻകുട്ടി, ഒരു മിനിറ്റ്, ഇതാ വരും. ഇവിടെ താമസിക്കുന്നവനാ, പാവാ. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എന്തേലും കുഴപ്പമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ താമസിച്ച് ഇവൻ ഇവിടുന്ന് പൊക്കണം. നീ ആ പൈസങ്ങാന്ന് എന്തൊരു നിഷ്കളങ്കൻ. ഒരു തമാശ പറഞ്ഞപ്പോഴും അതങ്ങോട്ട് വിശ്വസിച്ചു. ഇത്ര നല്ല സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? അതെ, കഥ എഴുതാൻ പറ്റിയ സ്ഥലം. ആയിക്കോട്ടെ ദൈവമേ. അതെ, ഞാൻ അവന്മാരെ പറഞ്ഞു സമ്മതിപ്പിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓപ്പറേഷന്റെ 2ാം ഘട്ടവും സക്സസ്. ദൈവം എത്ര ഭയങ്കരനാ. എനിക്ക് ഹാപ്പി ആയിട്ട് പാടില്ല. ഓവറാക്കല്ലോ. വൈദ്യർ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽമ. നിന്റെ ഫാദർ സാന്ദർഭികമായിട്ടൊരു പഴഞ്ചൊല്ലി പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കഴുത. ഇന്നു മുതൽ നമ്മുടെ 4 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. ചേട്ടാ, ഈ പ്രായത്തില് കഴിച്ച കൂമ്പ് വാടൂട്ടാ. അതുള്ളോർക്ക് വാടും. ഒരു വൈഞ്ചി. താൻ കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേര് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. ഇവന്റെ കിടപ്പ് കണ്ടിട്ട് കൊതിയാവുക. ബാക്കിയോട് ഇതാ ബാക്കി കാശ്. സൽസക്കൊക്കെ ഇത്രയും റേറ്റ് ആയോ? നാളെ മുതൽ കരിയായിൽ വാങ്ങിയാ മതി. എവിടേക്കാ പോന്നെ? ഞാൻ ഒന്ന് നിന്നെ. പേടിക്കണ്ടോ, രൂപ എനിക്ക് കിട്ടി. എവിടുന്ന്? ഞാൻ ഇയാളുടെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് എനിക്ക് കാശ് മുഴുവനും തന്നു. ദൈവമേ, ആളിയനായിരിക്കും. നീ ബഹളം വെക്കുന്നത് വേറെ ആരെങ്കിലും കണ്ട? പിന്നെ അയൽക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാശ് കിട്ടിയപ്പോഴാ ഞാൻ തെറിവിളി നിർത്തിയേ. രൂപ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ അയാൾക്ക് എന്താ തെറ്റിദ്ധാരണയുണ്ട്. എന്നാ നിനക്ക് വണ്ടി ഇടിച്ച കേസാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ അതങ്ങോട്ട് തെളിച്ച് പറയാനൊന്നും പോയില്ല. ഞാൻ ഇനി എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ? തൽക്കാലം നീ കുറച്ചു നാളത്തേക്ക് നിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഒരു കടം വീട്ടിൽ നിന്ന് ഓർത്ത് സമാധാനിക്ക്. അല്ല പെങ്ങളെ, എന്തിനു ഇവിടെ വന്നേ? ഞാനൊരു ഹാഫ് വാങ്ങാൻ വന്നതാ. എന്റെ ഈശ്വര, പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. നീ ചവിട്ട്. ചിറ്റപ്പ അതേ ആളിയും. എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇത് സ്റ്റാർട്ട് ആവണമില്ല. മനുഷ്യനെ നാണം കെടുത്താൻ വന്ന് നടു റോഡി വെച്ചായ ഇടപാട്. എവനെ ഇന്ന് ഞാൻ ഓടി രക്ഷപ്പെടാം. എങ്ങനെയെങ്കിലും നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. ആരോ ഒരാൾ അവനെ കൊല്ലുമെന്ന് പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യണം. അവൻ ചത്താൽ ശരിയാവില്ല. നമ്മുടെ പദ്ധതികളാകെ പാടും. ഫോളോ മീ. അവനെ ഐതിഹാസികമായി രക്ഷപ്പെടുത്തണം. നിന്റെ അളിയൻ ഓട്ടത്തിന് നല്ല കേമന അല്ലേ? ഇതെന്തോന്ന് ഓട്ടം? അളിയനെക്കാട്ടിൽ നല്ല ഓട്ടമല്ലേ ആ തെക്കക്കര ജാനു. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്.
ഹാവൂ, അങ്ങനെ ഒരു വിധം നിന്റെ അളിയന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലേശം എനിക്ക് കൊടുത്താ. ഇവരെന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഓടിയത്? അത് ഞങ്ങളെ ഒരു പേപ്പട്ടി ഓടിച്ചതാ അല്ലേ ചിറ്റപ്പ? ഇനി ആ പേപ്പട്ടി ശല്യം ഉണ്ടാവില്ല. അതിന് ഞങ്ങൾ ശരിയാക്കി. ദേ കിടക്കുന്നു ആ പേപ്പട്ടി. നോക്കൂ ചിറ്റപ്പ, അളിയൻ. മീനാക്ഷി, മീനാക്ഷി, എനിക്ക് അവളെ കാണണം. ഓക്കെ. അവന് പാതിരാത്രിക്ക് അങ്ങോട്ട് പോണ്. അവനോ? നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. ഫോളോ മീ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുടിക്കണ്ടെന്ന്. ഞാനത് 90 കഴിച്ചോളൂ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബ്ലഡി ഫൂൾ. മിസ്റ്റർ ബ്രൂണോ, എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മ പോണത്. ഓഹോ. വാ. ഈശ്വര, മീനാക്ഷി ഉറങ്ങിക്കാണല്ലേ. അമ്മാവൻ ഉറങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഗേറ്റ് ചാടണ്ട, ശബ്ദം കേൾക്കും. അയ്യോ, അടുത്ത വീട്ടിലെ പട്ടികൾക്ക് ഉറക്കമില്ലേ? ഇത് വെച്ച് കയറാം. ആരുമില്ല, ഭാഗ്യം. എടുത്തേക്കാം, തിരിച്ചു ചാടാനുള്ളതല്ലേ. മിസ്റ്റർ ബ്രൂണോ, സെർച്ച് ചെയ്യൂ. ബോസേ, ദേവൻ. അതെ, ഇവൻ നമ്മളൊക്കെ വലിയ കളഞ്ഞാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ മോഷ്ടിക്കാൻ കയറിക്കണത്? That is another matter. എന്നാൽ ഇവൻ ഈ മതിലെങ്ങനെ ചാടി? ബോസ്, ഇവൻ മതിൽ ചാടിയെങ്കിൽ നമുക്ക് ഗേറ്റ് ചാടാം. നോ, അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകള് ഹൈ ജമ്പ് ചാടുമെന്നല്ലേ ശാസ്ത്രം? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനൊന്നും കുറവില്ലല്ലോ. നിനക്കറിയോ, എന്റെ ചെല്ല പേര് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. അത് ശരി. പിന്നെ എന്റെ പ്ലാനിങ്ങിൽ അസൂയമൂത്ത ചിലർ എന്റെ വീട്ടുപേർ ചേർത്ത് മൂലമറ്റത്ത് പ്ലാൻ ചെയ്യുന്നു വിളിക്കാറുണ്ട്. പട്ടാളം ഉറങ്ങിക്കാണും. മീനാക്ഷി, ഇവിടെ എന്തോന്ന് ഉറക്കപ്പുളി വെച്ചിട്ട് കിടക്കുന്ന മീനാക്ഷി. മീനാക്ഷി, ഇനി പുറകുവശത്തെ റൂമിലെങ്ങാനാണോ? മീനാക്ഷി, അവളുടെ ഒടുക്കത്തെ ഉറക്കം. പുറകോട്ട് ചെല്ലാം. ബണ്ണ, ഈ പാതിരാത്രിക്ക് എവിടെ കിട്ടാനാണ്? തിന്നണ ബെന്നല്ല, ബെൻ കുഞ്ഞു നിൽക്കാൻ. അയ്യോ, ഇതാണല്ലോ ബോസിന്റെ മൂലവിട്ടത്തെ പ്ലാനിങ്. എവിടെയാണ്? പൊട്ടി എങ്ങോട്ടോ? ആംബുലൻസ്. ശ്രദ്ധിച്ചെടുക്കടാ തെണ്ടി. ധൈര്യമായിട്ട് ഇറങ്ങ്, ഞാനില്ല കൂടെ. ഇത് നമ്മുടെ ഡയറക്ടർ സാറല്ലേ? നിങ്ങളെ ആംബുലൻസുമായിട്ടൊക്കെ ഷൂട്ടിങ്ങിന് അല്ല, ഇയാളുടെ കഴുത്തിന് എന്ത് പറ്റി? അതെ, ഇന്നലെ രാത്രി നല്ല മൂടായത് കൊണ്ടേ കഥ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ബോസിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ വെട്ടി തിരിഞ്ഞു നോക്കിയതാ. അടുത്തുള്ളിക്ക് പോയി രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദേ വരുന്ന വഴിയാ. അയ്യോ, എന്നിട്ട് കഥ എന്തായി? കഥ ഇന്നലെ തന്നെ തീർന്നേനെ. ഇത് അത്രയും മരുന്നാണോ? ബോസിന് കട്ടിയാഹാരം കഴിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞേക്കണതേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു. അവര് കൊണ്ടോട്ടെ. സൂക്ഷിക്ക്, ചില്ലി ചിക്കൻ പോകും. നല്ല ശിഷ്യനല്ലേ? ബോസിന്റെ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയാ. അതെ, അതുപോലെ കഴുത്തും പൊറിഞ്ഞു കെട്ടി ആംബുലൻസിൽ വന്നിറങ്ങണോ നിനക്ക്? പെട്ടെന്ന് റെഡി ആവടാ.
ആ ദാസപ്പൻ 8 മണിന്ന് അടിക്കുമ്പോ ഇങ്ങെത്തും. അവന്റെ മുമ്പിൽ ചെന്ന് പെട്ടെന്ന് നമ്മൾ ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. ആധാരം വെച്ചിട്ടുള്ള കളി വേണ്ടാന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ. ചിറ്റപ്പ ദാസപ്പൻ. ദാസപ്പന്റെ അപ്പൻ അങ്ങോട്ട് നോക്കൂ. ദാസപ്പന്റെ അച്ഛൻ എന്റെ ഇളയച്ചന്റെ കൂടെ പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവൻ പറയാണ് അല്ലാന്ന്. അത് പോട്ടെ, എന്താ ഇത്ര നേരത്തെ 7 മണിയല്ലേ ആയുള്ളൂ? 7 മണി കഴിഞ്ഞാൽ നിന്റെ ഒക്കെ പൊടി പോലും ഇവിടെ കാണുകയല്ലെന്ന് നീ ദാസപ്പൻ അറിയാം. എടാ മക്കളെ, അകത്തോട്ട് വരെ സാധനമൊക്കെ വലിച്ചെറിയടാ. അതെ ദാസപ്പേട്ട, നീ അങ്ങോട്ട് ചേർന്ന് എന്ന് പറയടാ. നീ പല്ല് തേച്ചതല്ലേ? എന്റെ പൊന്ന് ദാസപ്പേട്ട, അവരോട് വേണ്ടാന്ന് പറ. പണം ഒന്നും ശരിയായില്ല. ഒരു 10 ദിവസത്തെ അവധി കൂടി തരണം. അതെനിക്ക് ആവശ്യമുള്ള സാധനമാ. അതിനെ അകത്ത് കൊണ്ടുപോകും. കൊണ്ടുപോടാ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദാസപ്പേട്ട, സത്യമായിട്ടും 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കട ഞാൻ തീർത്തിരിക്കും. ഇല്ലെങ്കിൽ ചേട്ടന് വീടെടുത്തോ. നിന്റെ ഉറപ്പ് മാത്രമല്ല, ഇയാളൂടെ പറയട്ടെ. ഉറപ്പാണോ? ഉറപ്പാ. കുറുപ്പിന്റെ ഉറപ്പാവില്ലോ. നിർത്തിക്കോ. വാ വാ വാ. ഇനി തെറ്റിച്ച പറയൂ, ഇപ്പോഴെല്ലാം ഓർമ്മ വരുന്നില്ലേ? എനിക്കൊരു ഓർമ്മക്കുറവില്ല. കണ്ടില്ലേ, അതാണ് മന്ത്രത്തിന്റെ സിദ്ധി. എല്ലാം ഓർമ്മ വന്നെങ്കിൽ പറയൂ, ഇതാരാണ്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇയാൾ ആദ്യമായിട്ടാ കാണുന്നേ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ലാന്ന് എത്ര തവണ പറഞ്ഞു? ബാധ ഒഴിഞ്ഞില്ലേ? പിന്നെ നീ ആരാ? പറഞ്ഞില്ലേ, ഞാൻ ജീവനാണ്. അതെ, ആ ജീവൻ ആരുടേതാന്നാ ചോദിച്ചത്? നിന്റെ അച്ഛന്റെ. നിന്റെ അല്ല, അവന്റെ. അവൻ പേര് മാറ്റി ബോസ്. ഐഡിയ, നമുക്ക് പേര് മാറ്റിയല്ല. നമ്മൾ പേര് മാറ്റിയ അവൻ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? ബോസിന്റെ ഐഡിയ. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആകും. ഈ മൈക്കാട്ട് മൂസിനെ മെക്കിട്ടുകാരൻ ഒരു ബാധനെ ഞാൻ സമ്മതിക്കില്ല. ഒഴിപ്പിക്കും ഞാൻ. ഒഴിഞ്ഞു പോവാതെ, ഒഴിഞ്ഞു പോവാനാണ് ഞാൻ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഇവന്റെ ബാധ ഒഴിഞ്ഞിട്ട് നമ്മുടെ പൈസ കിട്ടുമോ മുതലാളി? കരുതാക്ക് വളച്ചൊന്നും പറയാതടാ. ഉറുപ്പിയോ 1-2 ഒന്നും അല്ല അവൻ തരാനുള്ളത്. ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാനായിട്ട് അവന്റെ അമ്മക്കെട്ടിക്കാൻ പുഴച്ചാടിയതല്ലേ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് ആളെ രക്ഷിക്കാൻ പുഴച്ചാടിയതാണല്ല, അമ്മയെ കെട്ടിക്കാനായിരുന്നല്ലേ. ഒരു കീറുവെച്ചെന്നാണല്ലോ. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇയാളുടെ പൂജയും മന്ത്രവാദം കൊണ്ടൊന്നും ഇത് മാറാൻ പോണില്ല. വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല ദേവാ. ഇതാ പുഴയെ വീണപ്പോ എന്തോ കൊണ്ട് പേടിച്ചതാ. അത്ര മോശക്കാരനൊന്നും അല്ല ഈ മൈക്കാട് മൂസ്. എങ്ങാനും മൈക്കാട് പണിക്കടന്ന മൂസയാ ഇപ്പൊ പട്ടെടുത്ത് ഭസ്മം പൂശി മൂസായത്. മൈക്കാട് മൂസ് ഇവൻ കള്ളനാ. ഇതാരൊക്കെയാണെന്നറിയില്ലേ? എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ അഭിനയിച്ചോ കലക്കുണ്ട്. കാശ് കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിലും നല്ലൊരടവ് വേറെ ഇല്ല മോനെ. സ്വാമി, പൂജാകർമ്മ വേളയിൽ അലോസരപ്പെടുത്തരുത്. മൂർത്തി കോപിക്കും. മൂർത്തി കോപിക്കണേലും മുമ്പ് ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. ഇതില്ല, ഇതുള്ളൂ. നിനക്ക് മൂത്രം ഒഴിക്കണടാ. എടോ തന്നെ തന്നെയാ വിളിച്ചത്, കേട്ടില്ലേ? ഇല്ല, ആരാ മനസ്സിലായില്ല. എന്റെ പേര് പീതാംബരൻ. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആഹാ, തനിക്ക് പൊട്ടായോ? ഉവ്വ്, ഞങ്ങള് 2 പേരും കൂടിയാണല്ലോ പുഴയിൽ ചാടിയത്. എന്റെ ദേഹത്തും കൂടി പ്രേതം. എടാ പരമുവേ, ആ കൂടിയെ ഒഴിപ്പിച്ചേ. വേണ്ട, കൂടിയ പ്രേതം ഒഴിഞ്ഞു പോയെന്നാ തോന്നണേ. പോയി അല്ലേ? നിങ്ങളുടെ പേര് ദാസപ്പൻ. ഇവര് 2 പേരും നിങ്ങളുടെ ശിഷ്യന്മാർ. എന്റെ ദാസപ്പ, നിങ്ങൾക്കൊക്കെ തരാനുള്ള മുഴുവൻ തുകയും ഏതോ ബാങ്കിലിട്ട് മടങ്ങി വരുന്ന വഴി അവൻ പുഴയെ ചാടിയത്. ഏത് ബാങ്കിലാണെന്ന് അവന് മാത്രമേ അറിയൂ. സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഓഹോ, അതിന് മാത്രം തുക ആരാണാവോ അവന് കൊടുത്തത്? അതും അവന് മാത്രമേ അറിയൂ. അവന്റെ ഏതോ ഒരു അകന്ന ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇപ്പൊ ശിവൻകുട്ടിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ ഒരു രക്ഷയില്ല എന്റെ ദാസപ്പ. ഏതായാലും ഇത്രയും നാള് ഞാൻ കാത്തു. അവന്റെ പട്ടി ഞാൻ മാറ്റിക്കോളാം. ചേട്ടാ പതുക്കെ ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ച്.
സാറെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇതെവിടെയാ വന്നത്? വീട്ടിൽ, ജീവൻ സാറിന്റെ വീട്ടിൽ. ഓഹോ, ഇതിനെയും വീടെന്നാണല്ലേ പറയുന്നത്? മോനെ മോനെ ജീവ അകത്ത് വാ. തള്ള വിളിക്കുന്നു. സാറിനെ തന്നെ വിളിച്ചത്. അത് മനസ്സിലായി, ഞാനാണല്ലോ ജീവൻ. ശിവൻകുട്ടി, വണ്ടിയിലിരിക്കുന്ന ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കേ. എന്റെ പേര് പിടി കിട്ടി. എന്റെ കൈ വയ്യെന്ന് അറിയില്ലേ ഈ വൃത്തികെട്ടവന്മാർക്ക്? എങ്ങനെ ഞാൻ ബാഗ് എടുക്കുന്നത്? ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? അല്ല, ഞാൻ ശിവൻകുട്ടി ആ ബാഗ് എടുത്ത് അകത്ത് വെക്ക്. ചേട്ടൻ വാ. ലോകത്തുള്ള എല്ലാ ദരിദ്രവാസികളുടെ പേര് ശിവൻകുട്ടി എന്നാ. സാറ് പോയ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലെ. ഒന്ന് ഇക്ലിയിട്ട് ഉണർത്താത്തത്. ഈ വീടിനകത്ത് നിങ്ങൾ നടന്നാണോ അതോ ഓട്ടോറിക്ഷ വിളിച്ചാണോ പോകുന്നത്? മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ബ്രാൻഡി മതിയായിരുന്നു. അതിപ്പോ എങ്ങനെ പറയും? നല്ല സുഖം. Vijay, all things are improper in company. You have to go to Income Tax office and make everything ready. Yes, I will take care, uncle. ഡോ, താൻ അവിടെ എവിടെയും കറങ്ങിയെടുക്കാതെ ചേട്ടന്റെ കൂടെ തന്നെ വേണം. മെഡിസിൻ എല്ലാം കൃത്യസമയത്ത് തന്നെ എടുത്തു കൊടുക്കണം. മനസ്സിലായോ? ശരി സാർ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ചേട്ടാ, ഐ എം ബിസി ടുഡേ. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഓവർ വിത്തിൻ 2 days. ടേക്ക് കെയർ ബഡ്ഡി. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. ഇതെന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ? ഇവിടെ അധികം നാൾ നിൽക്കുന്നതാവത്താ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ. വേണ്ടായിരുന്നു. നല്ല തണുപ്പ് എനിക്ക് വേണ്ട. ജീവ, take rest. No need to come to the office. തുടങ്ങി. Take care. അടുത്ത് ഇംഗ്ലീഷ് കേൾക്കുന്നതിന് മുമ്പ് ഫുള്ള് വലിച്ചു കുടിക്കാം. Okay. Good. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. നകുല, കാര്യം അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞാൻ മുമ്പേ ഇറക്കാം. ഇതെന്താ താമരശ്ശേരി ചുരോ? നകുലൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. അത് സാറിന് അറിയാവുന്നതല്ലേ? ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. സാർ ശരീരം ഇളക്കണ്ട. വാ. നമ്മുടെ റൂമിലെത്താൻ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? പറ. സാറ് നാട് വിട്ടേ പിന്നെ ഈ മുറി ഞാൻ ആദ്യമായിട്ട് കാലുകുത്തുക. ഞാനും. ഇത് മുഴുവൻ അലങ്കോലായി കിടക്കുകയാണല്ലോ. സാർ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ ശരിയാക്കി. ഇതൊക്കെ ആരാണ് ഇത് ഇവിടെ കൊണ്ടിട്ടത്? പൊടിയാണിത് മുഴുവൻ. ഇതെന്തൊരു മുറി! അത് ശരി, ചുമ്മാതല്ല എന്നെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. എന്റെ ചിറ്റപ്പ, എനിക്കിപ്പോഴാ ശരിക്കും ലോട്ടറി അടിച്ചത്. അതെ ജീവൻ സാറേ, സാർ ഇവിടുന്ന് പോകുമ്പോ സാറിന്റെ നാൻസി ഗർഭിണിയായിരുന്നല്ലോ. അവളിപ്പോ പ്രസവിച്ചു. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എടാ വൃത്തികെട്ടവനെ, ഏതോ ഒരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലേ? ഇനി ആ കൊച്ചിനെയും തള്ളേം ഞാൻ ചുമക്കണോ അല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ. നകുല, അതെ, നീ പറഞ്ഞത് ശരിയാ. എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ ആരും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? ഒതുക്കാനാ? സാറല്ലേ പറഞ്ഞത് നമ്മുടെ നാൻസി പട്ടി പ്രസവിക്കുമ്പോ ആരോടും പറയരുത്, നല്ല എണ്ണമാണ്, കുഞ്ഞുങ്ങളെ മുഴുവൻ നമുക്ക് തന്നെ വളർത്തണമെന്ന്? അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. Hi Jeevan. How are you? How do you feel now? ഈശ്വര, പിന്നെ ഇംഗ്ലീഷ്. ഇതേത് അവതാരം? രഞ്ജിനി, മഹേന്ദ്രൻ സാറിന്റെ മോള്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഓഹോ, അത് ശരി. ഹലോ റൺസനെ, എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ ബാ, എത്ര നാളായി കണ്ടിട്ട്. ജീവൻ, ഡോണ്ട് ഡിസ്റ്റർബ്. ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളും. രഞ്ജിനി, എന്തു പറ്റി? ബാ. എന്തായാലും നല്ല ആളാ ജീവൻ. ആരോടും പറയാതെ ഇത്രയും ദിവസം എങ്ങോട്ടാ പോയത്? എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജീവൻ എന്നോട് പറയാമായിരുന്നില്ലേ? ജീവ, അപ്പൊ നീ ഇവളെയും പറ്റിച്ചോ? ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയെ. നമ്മൾ തമ്മിലുള്ള വിവാഹം മായന്റെയും അച്ഛനും കൂടി തീരുമാനിച്ചത് ജീവൻ ഇഷ്ടമായില്ലല്ലേ? ചുമ്മാ അതല്ല അവൻ സ്ഥലം വിട്ടത്. അതൊക്കെ പിന്നെ അസൂയക്കാർ വെറുതെ പറഞ്ഞു നടക്കുന്നതല്ലേ? അപ്പോൾ ജീവൻ എന്നോട് ഇഷ്ടമാണല്ലേ? കുഴപ്പമായ. For so many years I just wanted to convey my love towards you. If you really love me, please തുടങ്ങി. accept this gift. Just tell yes or no. Do you love me or not? എന്തൊക്കെയോ പറയുന്നു, രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. No. No? What? മോതിരം. Yes. Oh, thank God.
പെട്ടെന്നിട്. സോ ക്യൂട്ട്. മോതിരം മാത്രമേ ഉള്ള അരഞ്ഞാണോ മാലയെങ്ങാനോ ഉണ്ടെങ്കിൽ ഊരിയിട്. ദാസപ്പന്റെ കടം തീർക്കാലോ. അല്ല, രഞ്ജിനിയുടെ സ്നേഹം ഇത്രയ്ക്ക് ചെറുതാണോന്ന്. ഇതിനേക്കാൾ വലിപ്പവും തൂക്കമുള്ള മോതിരം ഞാൻ പ്രതീക്ഷിച്ചത്. വെരി ഫണി. എനിക്ക് ഇപ്പോഴാ ആശ്വാസമായത്. എനിക്കും. ഞാൻ പോട്ടെ. See you. ബൈ. ദാസപ്പേണ്ണ, ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, മൂട്ടാടിയുള്ള കട്ടിലിൽ കിടന്നിട്ട് ഇവിടെ വന്ന് കിടന്നപ്പോ എന്തൊരു സുഖം, എന്തൊരു കുലുക്കം. എടാ ജീവാ, എനിക്കിനി എന്റെ വള്ളിത്തോട് ഗ്രാമത്തിലെത്തണമെങ്കിലേ ഒരുപാട് പണം വേണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ ചക്കര ഇപ്പോഴും ഇങ്ങോട്ട് വരല്ലേ. ഞാൻ ജീവനായിട്ട് അഭിനയിച്ച് കുറച്ച് കടങ്ങളൊക്കെ വീട്ടട്ടെ. ഓക്കേ? എന്നാലേ എന്റെ മീനാക്ഷി എനിക്ക് കിട്ടും. ശരിക്കും ജീവ, നീ എവിടെയാടാ? കുപ്പിയുടെ കുപ്പിയുടെ നടക്കട്ടെ. വൃത്തികെട്ട സാധനമായിട്ടാണ് വൈദ്യരെ, ഇങ്ങനെ 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 അങ്ങനെ പിടിക്കുക. വെള്ളത്തിൽ വീണ് പരിപ്പിളകി ഒരുപാട് പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ ആദ്യമാണ്. ഇയാൾ ആദ്യമായിട്ടാ വെള്ളത്തിൽ വീഴുന്നത്, അതുകൊണ്ടായിരിക്കും. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അയ്യോ, പതുക്കെ മതി. ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മാവാ, അച്ഛൻ വിളിക്കുന്നു. ഇതല്ല ഉദ്ദേശിച്ചത്. അയ്യോ, പാവത്തിനോട് ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാര്. നീ ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചേ. പെട്ടെന്നൊഴി. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ കളച്ചു മറിക്കേ. ബോധം കെടുമ്പോ പറഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാനോ പഠിച്ചില്ല. ഇത് റിപ്പീറ്റ് ചെയ്തോളൂ. ദേവി, ബാക്കിയുള്ളവൻ ഇവിടെ തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോഴാണ് അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. എന്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്റെ എല്ലാ പ്ലാനുകളും പാളിപ്പോകുന്നത്. കാര്യം നടന്നില്ല, വെടിയും കൊണ്ട്. ഇതിനു മുമ്പ് എത്രയോ പേര് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നിസ്സാരമായി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. എത്രയോ പേർ തട്ടിയിരിക്കുന്നു. അതൊക്കെ ശരി തന്നെ ബോസേ. പക്ഷേ എപ്പോഴും ഇങ്ങനെ മുതലാളിയുടെ ഫോൺ വരുമ്പോ കട്ടാക്കി കൊണ്ടിരുന്നാലേ വേറെ കൊണ്ടുള്ള നമ്മളെ പൊക്കൂലേ. ഇപ്പൊ തന്നെ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. പേടിപ്പിക്കാതെ ഒരു വഴി കണ്ടുപിടിക്കണ ശവമേ. മൂന്നാമതൊരാളുടെ സഹായം കൂടാതെ നമുക്ക് അവനെ പൊക്കാൻ കഴിയില്ല ബോസ്. യു മീൻ എ തേർഡ് പേഴ്സൺ? യെസ്. ശിവൻകുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുള്ള, അവനോട് വെറുപ്പും വൈരാഗ്യവുമുള്ള ഒരാളാണെങ്കിൽ സംഗതി ക്ലീൻ. അങ്ങനെ ഒരാളുണ്ടാവും? ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. ദൈവമേ, പിന്നെയും ആ നശിച്ച ഫോൺ. ബോസിന് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളി ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ? അതെ, അതിനൊക്കെ വഴിയുണ്ട്. ആ ഫോണിൽ നിന്ന് ഇവനിതൊക്കെ എങ്ങനെ പഠിച്ചു? ഇനി മുതലാളി വിളിക്കണമെന്ന് കാണണം. എന്തോ നടി പന്നി, ഇവൻ വെള്ളം കണ്ടിട്ടില്ലേ? ഇനി ഞാൻ അടിക്കാം. ജീവിതത്തിൽ മദ്യം കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത സാറ് ബാറിൽ വന്ന് എനിക്ക് മദ്യം വാങ്ങിത്തരിക എന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്രയും കാശുണ്ടായിട്ട് എടാ ജീവ, നിനക്ക് മദ്യപിച്ചൂടെ? ഇനി ഞാൻ അടിച്ച ചിലപ്പോ ഒന്ന് സംശയം വരും. അടി അടി. നകുല, ഈ രഞ്ജിനി ആള് കൊള്ളല്ലേ? സാറല്ലേ പറഞ്ഞത് അവള് ശരിയല്ല? ഇതിന് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് പോലും സാർ അവളെ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ആരോടും മിണ്ടാതെ സ്വന്തം വണ്ടി പോലും എടുക്കാതെ ഇവിടുന്ന് മുങ്ങിയതല്ലേ. എന്നിട്ട് ഇപ്പ അതെ, പുഴയിൽ വീണപ്പോ ഞാൻ എല്ലാം മറന്നുപോയതല്ലേ. ഇങ്ങനെ മറന്നാലേ സാറിന്റെ കണക്കില്ലാത്ത സ്വത്തൊക്കെ നാട്ടുകാരും ഉണ്ടോ? അപ്പൊ ജീവൻ രാജ് നല്ല കോടീശ്വരനാണല്ലേ? എനിക്ക് തോന്നുന്നത് സാറിന്റെ സ്വത്തൊക്കെ പുറത്തു പോകാതിരിക്കാൻ ആ മഹേന്ദ്രൻ സാറും സാറിന്റെ രണ്ടാനമ്മയും ചേർന്ന് ആ രഞ്ജിനിയെ സാറിന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പൊ രഞ്ജിനിയെ സ്വപ്പിട്ട ഇനിയും കുറച്ചുകൂടി സ്വർണം കിട്ടാൻ സാധ്യതയുണ്ട്. ആ മഹേന്ദ്രൻ സാർ ആളത്ര ശരിയൊന്നുമല്ല. പക്ഷെ രണ്ടാനമ്മയുടെ മോനാണെങ്കിൽ ആ വിജയ് സാറിന് ജീവ സാർ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ട.
സ്വന്തം ചേട്ടനെ പോലല്ലേ കാണുന്നത്. നന്ദിയുണ്ട് നഗല, നന്ദിയുണ്ട്. തൽക്കാലം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഈ അറിവ് തന്നെ ധാരാളം. ബില്ലിന് പറഞ്ഞതാ. ബില്ലേ അല്ല സാർ, മുഴുവൻ അടിച്ച് തീർന്നില്ല. പിന്നെ അയ്യോ, അങ്ങനെ മുഴുവൻ സമയമല്ല. താൻ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചേ. ഈശ്വര കൊതിയാവണം. പെട്ടെന്ന് അടി, പെട്ടെന്ന്. സമയമല്ല. സാർ ബില്ല് എന്റെ തന്ന. അതെ, ഞാൻ ക്യാഷ് എടുത്തില്ല. കമ്പനി അക്കൗണ്ടിൽ പേ ചെയ്തേക്കും. ഇല്ലേ, കൊടുത്തേക്കും. ചങ്ക് കത്തി. പുല്ല് കലക്കാണെന്ന് തോന്നുന്നു. വാള് വെക്കുമെന്തോ. ഇനി നമുക്ക് പോവാം. സാർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് അടിക്കാതെ. ഇതൊക്കെ മാറ്റ സാധനം. മനുഷ്യനായിട്ടുള്ള ഇതൊക്കെ അടിക്കും. നീ നടക്കും. മനസ്സില്ലാതെ പോവേണു. തലക്ക് പിടിച്ച ஜீவன் என்னப்பா, எப்படி இருக்க? சௌக்கியமா இருக்கியா? ஆமா, பிசினஸ் எல்லாம் எப்படி போகுது? நல்லா போதா? எவ்வளவு பெரிய கடல்ல விழுந்தாலும் சாக மாட்டியே, தப்பிச்சிருவியே. பூன ஜென்மம் பாணி. വെള്ളത്തിൽ വീണ കേസ് എല്ലാരും അറിഞ്ഞല്ലേ? ആളെ മനസ്സിലായില്ല. ഇല്ല. രംഗസ്വാമി നമ്മുടെ ബിസിനസ് തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജീവൻസ് ഗാർമെന്റ്സ് ആൻഡ് എക്സ്പോർട്ടിങ്സിന്റെ പുതിയ ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. കഷ്ടം. നമ്മളത് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഈ ബിസിനസ്സിലും അയാൾ തകരണം. അതിനായി നാളെ നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകും. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല സാറിതങ്ങോട്ട്. താനങ്ങോട്ട്. ഞാൻ ടോയ്ലറ്റ് വരെ. ഞാനും കൂടെ വന്നിരുന്നെങ്കിൽ. വേണ്ട സാർ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അതല്ല, ശരി പൊക്കോ. ഇതാണല്ലേ വഴിയാകത്തേക്ക്. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓ ശരി. മോർണിംഗ് സർ. ഓ ഗുഡ് മോർണിംഗ്. എല്ലാം പറഞ്ഞോല്ല. അലമാരമുള്ള മുറിയതാ. രക്ഷപ്പെട്ട ആരും ഇങ്ങോട്ട് ഇപ്പോഴൊന്നും വരല്ലേ. ഞാൻ കുറച്ച് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാ നോക്കട്ടെ. ഇതിനകത്ത് കാണും. ചെക്കെങ്കിൽ ചെക്ക്. എന്തോ ഞാൻ ഇവിടെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, സമയത്തും കാലത്തും ഓഫീസിൽ വന്നില്ലെങ്കിലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞു വിടും. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാ കിട്ടില്ല. ഞാൻ ചിലപ്പോ അള്ളി കീറും. എടോ, ഞാൻ ബിസിനസ് സാമ്രാജ്യത്തിൽ ഗർജിക്കുന്ന ഒരു സിംഹമാണ്. എന്റെ ഗർജനം തനിക്ക് കേൾക്കണോ? ഇത്രയൊക്കെ ഉള്ളൂ. വച്ചിട്ട് പോടോ. എന്നോടാ കളി. സാർ, ഈ ഫോൺ വർക്ക് ചെയ്യില്ല. ഈ 2 ഫോണുമാ വർക്ക് ചെയ്യുന്നത്. ഇത് തനിക്ക് നേരത്തെ പറഞ്ഞാൽ എന്താ? എന്റെ കാശ് പോയില്ലേ? ഡോ, ഈ ഇവിടെ കാശിരിക്കുന്ന അലമാര എവിടെയാണ്? അതൊന്ന് തുറന്നിട്ടെ. എനിക്ക് ആ കാശൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താനുണ്ട്. ക്യാഷ് ഒന്നും ഇവിടെ സൂക്ഷിക്കാറില്ലെന്ന് സാറിന് അറിയില്ലേ? എല്ലാം ബാങ്കിലാ. അപ്പൊ ആ പ്രതീക്ഷയും പോയി. സാർ, ദേ ചെക്കിരിക്കല്ലേ? സാർ അതിലൊന്ന് ഒപ്പിട്ടാൽ എത്ര രൂപ വേണേലും എടുക്കാം. എന്റെ ഒപ്പ് താനൊന്നിട്ടെ. സാറാ ഒപ്പിടേണ്ടത്. അതറിയാം. എന്റെ കയ്യക്ഷരിപ്പ ശരിയല്ല, അതുകൊണ്ട്. അല്ല സാർ, ഞാൻ ഒപ്പിട്ട കാശ് കിട്ടില്ല. അതെനിക്കും അറിയാം. എന്നാ പിന്നെ ഞാൻ തന്നെ ഒപ്പിട്ട് ഞാൻ തന്നെ കാശ് എടുത്തോളാം. ഇനിയിപ്പോ ജീവന്റെ ഒപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ എവിടെ പോയി? ഇവിടെ തന്നെ തപ്പാ. സാർ, എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് 5000 രൂപയാണ് ശമ്പളം. വലിയ കഷ്ടപ്പാടില്ല. സാർ എന്തെങ്കിലും കൂടെ കൂട്ടിത്തരാന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ, ഇനി ഞാൻ കൂട്ടിത്തരാം. ഇനി മുതൽ തനിക്ക് 15000 രൂപയാണ് ശമ്പളം. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. 3 മാസത്തിൽ ഒരിക്കൽ വന്ന് വാങ്ങിച്ചോളണം, മറക്കരുത്. മനുഷ്യനിവിടെ ജീവന്റെ ഒപ്പ് എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് കുറച്ച് കാശ് ഒപ്പിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഒരു ശമ്പളം കൂട്ടി തിരക്കാം. ഇവിടെ കിടക്കണ അന്ത ഒപ്പ്. ഇതാണ് ആ ജീവന്റെ ഒപ്പ്. ഇവനൊക്കെ വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. ഇത് ജന്മത്ത് വിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, ചെന്നൈയിൽ നിന്നൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആണോ? എന്നാ കയറി ഇരിക്കാൻ പറയൂ. കുടിക്കാൻ 1 ഗ്ലാസ് ചായയും 2 പരിപ്പോടയും കൊടുക്കൂ. 1 പരിപ്പോടെ എനിക്കും. എന്താ? അല്ല, സാറിന്റെ ഇന്റർനെറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്? എന്റെതിനാ? നാണം കെട്ട കാര്യം. ഇവിടെ ആരെങ്കിലും കേട്ട എന്റെ വില പോവില്ലേടോ. എന്റെ ഇന്റർനെറ്റിന് ഒരു കുഴപ്പമില്ല. താൻ ഇവിടെ വന്നു നിന്ന് കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. ചിറ്റപ്പന്റെ പ്രായം. സാർ, ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ഒപ്പിട്ട് തരണം. ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് അയക്കാനുള്ളതാണ്.
താനിറങ്ങി പോടോ. ഇവിടെ ഒരു ഒപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാര്യം എനിക്കറിയാവും. താൻ പാടോ. എനിക്കൊരു ഒപ്പ് കിട്ടില്ല, അതിനിടയ്ക്ക് തനിക്കൊരു ഒപ്പ്. ഭ്രാന്താക്കാം മനുഷ്യനെ. എന്താടോ എന്തു പറ്റി? ആ സാർ ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഒപ്പിടാൻ പറഞ്ഞാൽ സാർ എന്നോട് ഓഫീസ് കാര്യങ്ങളൊന്നും ഇപ്പൊ ചേട്ടനെ ഏൽപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? ആ താൻ വയ്ക്കോ. ആ അയാൾക്കൊന്നും ഓർമ്മയില്ല. ചേട്ടൻ അത് കാര്യാക്കണ്ട. ആ വിജയ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇരിക്കിരിക്കേ, 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിൽ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരുന്ന എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അങ്കിൾ. അതും ശരിയാ. പിന്നെ ഞാനും മായും കൂടി അത് ഫിക്സ് ചെയ്തു. ഏത്? നിങ്ങളുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഓ ഈ വരുന്ന 20-ാം തീയതി. കൺഗ്രാറ്റ്സ് ചേട്ടാ, ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. രഞ്ജിനി അങ്കിൾ, എനിക്ക് ചെന്നൈയിൽ നിന്നൊരു മെയിലിന് റിപ്ലൈ ഉണ്ട്. ഞാൻ പോയിട്ട് വട്ടെ. കാര്യം ചേട്ടാ ഞാൻ പോയിക്കോട്ടെ. ശരി. എന്നെ ഇതില് കുരുക്കുണ്ടോ? ജീവൻ ഇനി അധികം ദിവസങ്ങളില്ല. അതെ. എന്തു പറയുന്നു? വളരെ നന്നായി. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. Okay, Jeevan. You guys talk. My friends are waiting. I have to give treat. Okay, Daddy. Bye-bye. Bye. 20-ാം തീയതി കല്യാണം. അപ്പൊ 19-ന് മുമ്പേ കിട്ടണത് അടിച്ചു മാറ്റിക്കൊണ്ട് രക്ഷപ്പെടണം. അതേ തോക്ക്. കൈമുക്ക് ഉണ്ടോളതാ സാലേ കമീനെ ചെമ്മീന ബോസിന് നേരത്തെ മീൻ കച്ചവടം വരുന്നല്ലേ. ചലോ ജൽദി. കൊല്ലാൻ കൊണ്ടോടാ. ബൈഠോ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. വന്ന കാര്യം പറ. ഭാനുമതി ചായ. ഗണ്ണ് പേടിയാണ്. അങ്ങനെ എല്ലാ ഗണ്ണും പേടിയില്ല, പക്ഷേ ഈ ഗണ്ണ് പേടിയാണ്. പേടിക്കണം. ഒരുപാട് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ തലയോട്ടി തകർത്ത ഗണ്ണാണ്. ഞങ്ങൾ വന്നത് സാറിന്റെ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. സാറിന് ഒരുപാട് സന്തോഷവും എന്നാൽ കുറച്ച് ചില്ലറയും കിട്ടുന്ന കാര്യമാണ്. എന്ത് കാര്യം? ശുക്രിയ. ആതിഥേയ മര്യാദയില്ലാത്ത വേണ്ടി കാര്യം പറ. കാര്യം ഒരല്പം സീക്രട്ടാ. അപ്പോ നിങ്ങൾ കഥ എഴുതാൻ വന്നവരല്ല? അല്ല. എനിക്ക് നിങ്ങളുടെ ഈ ഗെറ്റപ്പ് കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആട്ടെ, നിങ്ങൾക്കെന്തിനാ വട്ടനെ? ഞങ്ങൾക്കല്ല സാർ, മറ്റൊരാൾക്ക് വേണ്ടിയാ. ഓഹോഹോ, അവൻ കാശ് കൊടുക്കാനുള്ള വല്ലവനും ആയിരിക്കും. അതൊന്നും ഞങ്ങൾക്കറിയില്ല. കാര്യം നടക്കോ? കാര്യം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കാശിന്റെ കാര്യം അത് വളരെ കുറഞ്ഞു പോയി മക്കളെ. ശരി എങ്കിൽ 1 lakh. അവനെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചാൽ ഉടൻ പണം. ഓക്കെ? 1 ലക്ഷം രൂപ, ഒരു വെടിക്ക് 2 പക്ഷി. എന്റെ മോളുടെ പുറകെ നടക്കുന്നവന്റെ ശല്യവും തീരും, പോക്കറ്റ് കാശും വീഴും. ഓക്കെ, ഓപ്പറേഷൻ എന്ന് നടക്കും. എന്തിനാ വഹിക്കുന്നേ? ഇന്ന് രാത്രി തന്നെ പൊക്കിത്തരാം. ഇയാളുടെ ഓപ്പറേഷൻ വലിക്കോ ബോസേ? ആവോ. എന്തൊരു ശബ്ദം കേട്ടില്ലേ? നമുക്ക് ഓടി ഒളിച്ചാലോ ബോസ്? ഒളിക്കാനോ? അതൊന്നും പ്രൊഫഷണൽ കില്ലേഴ്സ് ചേർന്ന പണിയല്ല. പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാം. നിങ്ങൾ എന്തിനാ പുറവുറുക്കുന്നേ? വേഗം വാ. ഈ വീട്ടുകാരെ നമ്മളെ കണ്ടുപിടിച്ചാലോ? ഒന്നുകളെയും. വീട്ടുകാരില്ല, നമ്മളെ വീട്ടുകാരെ കൊല്ലും. അയ്യോ, വാടാ. ആരോ വരുന്നു. അത് ശിവൻകുട്ടിയാണല്ലോ. ഇവൻ എങ്ങോട്ടേ പാതിരാത്രിക്ക്? യൂരിൻ ബസ്സിനായിരിക്കോ? ഞാൻ പോയി നോക്കാം. അതൊക്കെ മോശമല്ലേ? എന്തോന്ന്? ഇതൊക്കെ ഒളിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി നോക്കാം. ബോസ് ഇരിക്കണല്ലേ? ഇവിടെ ഞാൻ ആകെ കുഴപ്പത്തില. ഞാൻ ജീവനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ശിവൻകുട്ടിയാണെന്ന ഇവരുടെയൊക്കെ ധാരണ. ഓഹോ, അത് ശരി. ഈ ശിവൻകുട്ടി കടത്തിൽ മുങ്ങിയിരിക്കുന്ന ആളാ. അത് കാരണം ഇവിടെ എപ്പോഴും കടക്കാരുടെ ശല്യ. കോടീശ്വരനായ തനിക്ക് കടക്കാരനായ ശിവൻകുട്ടിയായി നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. എനിക്കിവിടെ എങ്ങനെയെങ്കിലും പോയാ മതി. വെയിറ്റ്. ആ പട്ടാളക്കാരനെ കാണുന്നില്ലല്ലോ. ബോസ്, ഏതോ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നു. അത് കുതിരക്കുളമ്പടിയുടെ അല്ല, എന്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്ന ശബ്ദം. ബോസ് ഇത്ര മണ്ടനായി പോയല്ലോ. ഞാൻ നിൽക്കണ പോലെ അങ്ങോട്ട് നിന്നാ പോരെ? ഓ, ഇതുപോലെയല്ലേ?
കുറച്ച് ദിവസം കൂടി താൻ ഇവിടെ തുടരണം. ജീവൻ സ്കൂപ്പിന്റെ MD കോടീശ്വരൻ ജീവൻ രാജായല്ല, കടക്കാരൻ ശിവൻകുട്ടിയായി. അല്ല അതെന്തിനാ? എന്തൊരു അഭിശബ്ദം കേട്ടല്ലോ. അപ്പോ അതാണ് വട്ടിന്റെ ഗുഡൻസ്. ഇവൻ ശിവൻകുട്ടിയല്ല, ശിവൻകുട്ടിയെ പോലെ കോടീശ്വരനായ മറ്റൊരുത്തൻ. ഇനി കളി എങ്ങനെ കളിക്കണമെന്ന് കേശവൻ അറിയാം. ഏതായാലും ഇനി അവന്മാര് വെട്ടിച്ച മുങ്ങാം. 1 ലക്ഷത്തേക്കാൾ വലുതാണ് കോടികൾ. ബോസ്, അവൻ നല്ല പനിയാ, അതാ പുതച്ചക്കണം. നമ്മുടെ ലാസ്റ്റ് ചാൻസാ. നമുക്കിന്ന് അവനെ പൊക്കണം. അപ്പൊ പട്ടാളം? പട്ടാളം ഇടം മണ്ട. വെറുതെ അയാളെ കൂട്ടുപിടിച്ച് നമ്മുടെ 1 ലക്ഷം കളയണോ? അപ്പൊ എടുക്കട്ടെ. യെസ് ബോസ്, ഏത് ടോൾ ഇടണം? ഇത് ചെങ്കല്ലേ? വേണ്ട, ശബ്ദം കേൾക്കും. ഓ ഐ സി. കരിങ്കല്ലേ? വേണ്ട വേണ്ട, ആള് വടിയാവും. എന്നാ വെള്ളാരിക്കല്ലേ? യെസ്, ശബ്ദമില്ലാതെ ബോധം കെടുത്താൻ അതാ നല്ലത്. ഓക്കെ. തുണി മാറ്റിങ്ങി തരയുടെ ഒമ്പളങ്ങട്ട് കണ്ടുപിടിക്കായിരുന്നു. ബാബാ, അയ്യോ, പട്ടാളം. നല്ല മണമുണ്ടല്ലോ അതിനകത്ത്. എന്താടാ തുഴയുന്നത്? വള്ളംകളിയാ? അല്ല, പായസളക്ക. ഓഹോ, ആഹാരമൊക്കെ നല്ല രുചിയുള്ളതായിരിക്കണം. എനിക്കിവിടെ ഭക്ഷിക്കാനുള്ളതാ. ഓ നിർത്തടാ, എന്റെ പേര് കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇങ്ങോട്ട് മാറ. ഞാൻ ടേസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം മതി ശിഷ്യന്മാര് ടേസ്റ്റ്.